അദ്ദേഹം പറഞ്ഞു, താങ്കൾ മനസ്സിൽ വിചാരിക്കുന്നത് പറയുവാനല്ല മൂവാറ്റുപുഴക്കാരൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ദൂരത്തിരിക്കുന്ന മൂവാറ്റുപുഴക്കാരനായ എനിക്ക് സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞൊരു നിമിഷമായിരുന്നു. എനിക്ക് MLA-യോട് ഒരു കാര്യമേ പറയുവാനുള്ളൂ. ഞങ്ങൾ OICC-യും അമേരിക്കയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് അങ്ങേക്കൊപ്പം കൊണ്ട് അങ്ങ് ഏറ്റെടുത്തിരിക്കുന്ന ആ പോരാട്ടം തുടർന്നു പോകണം. സത്യം ഒരു നാൾ വിജയിക്കും എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ പ്രത്യേകിച്ച് എല്ലാവരുടെയും പേര് പറയുന്നതിൽ ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ബേബി മണക്കുന്നേൽ, അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ബേബി മണക്കുന്നേൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഹ്യൂസ്റ്റണിലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കാനിടയായത്. അതുപോലെ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട മേയർ, ജഡ്ജ് ജെയിംസ് കൂടൽ, OICC-യുടെ ഗ്ലോബൽ പ്രസിഡന്റ്, ചേംബറിന്റെ പ്രസിഡന്റ് സക്കറിയ കോശി, ജിജി ഓലിക്കൻ, ചാക്കോ തോമസ്, ജോർജ് കൊലാച്ചേരി ആൻഡ് ജീവൻ റാണി, വിവിധ സംഘടനാ നേതാക്കളായ ശശിയേട്ടൻ ഉൾപ്പെടെ ആരുടെയും പേര് പ്രത്യേകിച്ച് വിട്ടു പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും ഈ യോഗത്തിലുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മളിന്ന് ആദരിക്കാനായിട്ട് വിളിച്ച ബേബി മണക്കുന്നേലിനും നമ്മുടെ പ്രിയങ്കരനായ ഗസ്റ്റ് MLA-ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബാബച്ചൻ. നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സ്, സൗത്ത് ഇന്ത്യൻ US ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ബോർഡിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സക്കറിയ കോശി ഇൻട്രൊഡക്ടറി റിമാർക്സ് അറിയിക്കും. പ്രിയപ്പെട്ട സ്നേഹിതരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ കൂടുവാൻ OICC-യും സൗത്ത് ഇന്ത്യൻ US ചേംബർ ഓഫ് കൊമേഴ്സിനോട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിന് പ്രകാരം ഒന്നിച്ച് ഒരു സ്വീകരണം ഇവിടെ ചെയ്യാമെന്ന് ഞങ്ങൾ സമ്മതിച്ചു. അതിന് പ്രകാരം ഇങ്ങനെ ഇത്രയും അല്പം ലേറ്റായി പോയി, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കുക. കഴിഞ്ഞ 13 വർഷമായിട്ട് ഈ ഹ്യൂസ്റ്റണില് ഒരു ബിസിനസ്സുകാരന്റെ മനസ്സിൽ വന്ന ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ചേംബർ ഉണ്ടാക്കുക. അങ്ങനെ 9 പേരാൽ തുടങ്ങി ഇപ്പോൾ 31 BODs ഉള്ള ഒരു സംഘടനയായി വളരുവാൻ സാധിച്ചു. 2010-ൽ നമ്മുടെ പ്രിയപ്പെട്ട